ഹലോ, എടുത്ത് മോനെ എടുത്ത്. ഫോർഡിന്റെ ഒഫീഷ്യൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള 1:12 സ്കെയിൽ മോഡലിൽ വരുന്ന ഫോർഡ് ബ്രോങ്കോയുടെ കിടിലൻ ക്രോളർ RC കാർ. നല്ല പൊളി സാധനം തന്നെ. എന്റെ അമ്മോ, എന്തൊരു ലുക്കാണത്. ഞാൻ ശരിക്കും ആ LC എടുക്കാൻ വേണ്ടിയാണ് പോയത്. കഴിഞ്ഞ തവണ നീ പറഞ്ഞില്ലേ, അപ്പൊ അതെടുക്കാൻ വേണ്ടി ഞാൻ നമ്മളെ മൈക്ലിക് സ്റ്റോറിൽ ചെന്നപ്പോ അവിടെ ഈ ബ്രോങ്കോ ഇരുന്ന് എന്നെ മാടി വിളിക്കുന്നു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് പൊക്കി ഈ റിമോട്ടും കൂടെ പിടിച്ചു. ഓ, ചെറിയ റിമോട്ടാണല്ലോ വന്നേക്കണത്. മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. കൊള്ള സംഭവം. ഈ ഒരു വണ്ടിയുടെ ഒരു വലിയൊരു മോഡൽ വരുന്നില്ലേ, ഇതിന്റെ ഒരു 1:8 സ്കെയിൽ മോഡലിൽ വരുന്ന ഒരു ബ്രോങ്കോ കൂടെ ഉണ്ട്. സെയിം മോഡൽ തന്നെ, സംഭവം ഇത്തിരിയും കൂടെ വലുതായിരിക്കും. പക്ഷെ അത് ആ ഒരു മോഡൽ എടുക്കാനായിട്ട് എന്റെ കാർഡും പേഴ്സും എന്നെ അനുവദിച്ചില്ല. സോ ഇപ്പൊ തൽക്കാലം ഒരു എൻട്രി ലെവൽ ഹോബി ഗ്രേഡ് RC ആയിക്കോട്ടെ. പിന്നെ വഴിയെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാലോ. ഏത് പൈസ നല്ലോണം പൊട്ടിച്ചല്ലേ. ഓഫ് കോഴ്സ്, അത് പിന്നെ എന്തായാലും അത് തന്നെ ആയിരുന്നുള്ളൂ പ്ലാൻ. മറ്റേ നമ്മുടെ എൻട്രി ലെവൽ ഹോബി ഗ്രേഡ് വണ്ടിയല്ലേ, വിത്ത് ഫുൾ ടൈം 4 വീൽ ഡ്രൈവ് ഒക്കെ വരുന്ന കാറാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് ബ്രഷ്ലെസ് മോട്ടറും കൂടെയാണ്. ഓ, ബ്രഷ്ലെസ് മോട്ടർ വരുന്ന മോഡലാണല്ലേ, അതെന്തായാലും കിടുക്കി. അല്ല, വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മറ്റേ റിമോട്ട് ആയിട്ടുള്ള റേഞ്ചിന്റെ സംഭവങ്ങൾ, ഇതൊക്കെ. സ്പീഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ 12 km/h സ്പീഡാണ് ഞാൻ ഓടിച്ചപ്പോ ഏകദേശം എനിക്ക് കിട്ടിയത്. റിമോട്ടും കാറും തമ്മിലുള്ള മീറ്റർ മിനിമം 120 മീറ്റർ വരെ കിട്ടും. ഈ വണ്ടി ഒന്ന് ഓണാക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അത് ഓപ്പണബിൾ ആയിട്ടുള്ള ബോഡിയാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പിൻ വലിച്ചൂരി ആ ഒരു സെറ്റപ്പ് അല്ലേ ഇതിന്. ആ ഫ്രണ്ടിലെ ഗ്രില്ല് കണ്ട, ഗ്രില്ലിന്റെ ഓക്കെ അത്രേ ഉള്ളൂ, സിമ്പിൾ. അതേപോലെ തന്നെ നേരെ ഇട്ട് കഴിഞ്ഞാൽ അത് ലോക്കും. പിന്നെ അനങ്ങത്തും കൂടി ഇല്ല. നല്ല കിടിലൻ ലോക്ക് സിസ്റ്റം ആണ് വന്നേക്കണത്. എന്റെ അമ്മോ, നല്ല കിടിലം മോട്ടർ, വലിയ മോട്ടറും ഫാനും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടില്ല. നല്ല കിടിലം ബിൽഡ് ക്വാളിറ്റി. അത് പിന്നെ പറയണോ, അതൊക്കെ കൊണ്ടല്ലേ ഈ മുതല തന്നെ പൊക്കിയത്. ഉള്ളിൽ കുറെ മെറ്റൽ പാർട്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ല, ഇത് ഓണാക്കേണ്ടത് ഓണാക്കണം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോട്ടറിന്റെ സൈഡിലായിട്ട് ഒരു കുഞ്ഞു ബട്ടൺ ഉണ്ട്, അത് നിൽക്കാൻ മതി, വണ്ടി ഓൺ ആയിക്കോളും. ഓ, ഈ ബട്ടൺ അല്ലേ. എന്താ ലൈറ്റ്, കണ്ണടിച്ചു പോലെ നല്ല ലൈറ്റ്. പള്ളിപ്പെരുന്നാൾ പോലെയുള്ള ഇതിന്റെ LED ലൈറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. എന്റെ പൊന്നോ, ഈ വണ്ടി നൈറ്റ് ഒന്ന് ഓടിച്ചു നോക്കണം മോനെ, എന്തൊരു ലൈറ്റ് ആണെന്നറിയോ. വീട്ടിലിപ്പൊ പവർ കട്ട് വരാൻ നേരത്തെ എമർജൻസി ലാമ്പിന് ഒരിടക്ക് ഈ ഒരു മുതലിനെയാണ് ഓണാക്കി വെക്കാറ്. അത്രക്ക് ലൈറ്റ് കാണുമ്പോ തന്നെ അറിയാലോ. പിന്നെ ഇതൊരു ഓൾ ടെറൈൻ പർപ്പസ് വണ്ടിയാണ്. മലയായാലും കുന്നായാലും അരുവിയായാലും ഒക്കെ നല്ല സുഖമായിട്ട് ക്രോസ് ചെയ്ത് പോകും. എടാ, ഇത് റിവർ ക്രോസിംഗ് കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ റിവർ ക്രോസിംഗ് ഒക്കെ നല്ല സുഖമായിട്ട് പറ്റും. അതിന്റെ മോട്ടോർ സംഭവങ്ങളൊക്കെ നല്ല വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ വാട്ടർ റെസിസ്റ്റന്റും കൂടെയാണ്. അത് പൊളിച്ച് എന്തായാലും. അല്ല, അപ്പൊ ഇതിന്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, എത്രത്തോളം കിട്ടുന്നുണ്ട്? ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള യൂസിനുള്ള ബാറ്ററി ഒക്കെ കിട്ടും. അങ്ങനെ പെട്ടെന്നൊന്നും ചത്തൊന്നും പോകുന്നില്ല. പിന്നെ വണ്ടി അത്യാവശ്യം നല്ല സ്മൂത്ത് ആണ്. ടോർക്ക് റെസ്പോൺസ് ഒക്കെ നല്ല കിടിലമാണ്. എടാ, എന്താണ് ഈ ബോഡിയിൽ ഫുള്ള് കുഞ്ഞു പാടുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതൊരു മാറ്റർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വണ്ടി നല്ലോണം ഒന്ന് കാട്ടിലും മേട്ടിലും കൂടെയൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയായിരുന്നു. ഇതിന്റെ ബോഡി എന്ന് പറയുന്നത് മറ്റേ ABS പ്ലാസ്റ്റിക് മെയ്ഡ് ആണ്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരച്ചിലും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് PPF കോട്ടിങ് ചെയ്യണത് വളരെ നന്നായിരിക്കും. ഞാൻ എന്തായാലും ചെയ്യാൻ കൊടുക്കുന്നുണ്ട് PPF, എന്നാലേ കുറച്ചും കൂടെ ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. ഓ, അതിന്റെയാണ്. PPF എന്തായാലും പെട്ടെന്ന് ചെയ്തു, അത് നല്ലതായിരിക്കും. വണ്ടി എപ്പോഴും ആ ഒരു പുത്തൻ ലെവലിൽ തന്നെ നിൽക്കുമല്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മറ്റേ സ്പീഡ് ഓറിയന്റഡ് വണ്ടിയൊന്നുമല്ല കേട്ടോ. RC റേസിംഗ് അതിനൊന്നും പറ്റിയ വണ്ടിയല്ല. ഇത് മെയിൻ ആയിട്ട് ക്രോളിംഗ് പർപ്പസ്. എനിക്ക് മനസ്സിലായി ക്രോളറാണ്. എത്തിക്കട്ടെ, എന്നാലും പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഇത് കുറച്ചൊക്കെ ഒന്ന് ഓടിച്ചൊക്കെ നോക്കിയിട്ട് തരാം സാധനം. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരെണ്ണം പൊക്കണം. ഓഫ് കോഴ്സ്, ഓടിച്ചിട്ടൊക്കെ തന്നാൽ മതി, ഒരു ധൃതിയില്ല. പിന്നെ ഞാൻ ഈ വണ്ടിയുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ്, അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓക്കെ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം. ഓക്കെ, ബൈ.